പറടിട്ട് ആവില്ല. ഞങ്ങൾക്ക് അങ്ങനെ ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം വന്നു. അങ്ങനെ ആഫ്റ്റർ ഒരു വർഷം എന്തായാലും പിടിച്ചിട്ടാവില്ലേ, ഞങ്ങൾ അന്ന് മോണിറ്റൈസേഷൻ ആയപ്പോൾ ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ മോണിറ്റൈസേഷൻ ആയിന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ. അതാവാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു. കുറേ സെയിം ലൊക്കേഷൻ ഭയങ്കര ഡിഫറൻസ് വന്നു. ഇവിടെ മരങ്ങളായി ഭയങ്കര അല്ലെങ്കിൽ ഈ മരം ഒന്നും ഉണ്ടായിരുന്നില്ല. മരമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, ഓർമ്മയില്ല. ഭയങ്കര കാടും പ്രകൃതി ഭയങ്കര പച്ചപ്പ് കൂടി. അപ്പം ഞങ്ങൾ മോണിറ്റൈസേഷൻ തന്നെ ആയത് തന്നെ കുറേ ഉടായ്പൊക്കെ കാണിച്ചിട്ടാണ്. കോപ്പിറൈറ്റിൻ്റെ കുറേ ഡാൻസൊക്കെ ഇട്ടിട്ട് അതന്നെ എല്ലാ കല്യാണത്തിൽ പോവും, അവരുടെ ഡാൻസ് വീഡിയോ ഇടും. കല്യാണത്തിൻ്റെ വീഡിയോ ഡാൻസൊക്കെ ഉണ്ടാവില്ല, അങ്ങനെ വീഡിയോ ഇട്ട് കഷ്ടപ്പെട്ട് 4000 അവേഴ്സ് ആക്കി. അപ്പം ഞങ്ങൾക്ക് 2 യൂട്യൂബ് ചാനലുണ്ട്. ഒന്ന് കിറ്റാച്ചി ഫിറ്റ്നസ്, രണ്ടാമത് ലവോണ്ടക. അത് ഈ ചാനല് ഞങ്ങൾക്ക് ഈ 2 ചാനൽ കൂടിയിട്ടാണ് മോണിറ്റൈസേഷൻ അല്ല പേയ്മെൻറ്റ് കിട്ടിയത്, റവന്യൂ കിട്ടിയത്. ഒറ്റ ചാനലാണെങ്കിൽ ഇപ്പോഴും കിട്ടില്ല കേട്ടോ. ലവോണ്ടക ആണെങ്കിൽ ഇപ്പോഴും കിട്ടില്ല. എന്ന് വെച്ചാൽ കിറ്റാച്ചിയാണ് നമ്മൾ രക്ഷിച്ചത്. അതിൽ കുറേ ആൾക്കാർ ഹതഭാഗ്യന്മാർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും ഈ വീഡിയോ ഒക്കെ എടുക്കാൻ ആയ കാലത്ത് പറഞ്ഞപ്പോൾ പിന്നെ ഇതൊക്കെ ആരെ സബ്സ്ക്രൈബ് ചെയ്യാൻ പോണ കൊന്താണ്, മാങ്ങയാണ്, തേങ്ങയാണ്. അങ്ങനെ അവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒരാഴ്ച ഓൾറെഡി കുറച്ചായപ്പോ, ഒരു വർഷം കഴിഞ്ഞപ്പോൾ കട്ടായി. കുറച്ച് ദിവസം നമ്മൾ കൺസിസ്റ്റന്റ് ആണ്, പിന്നെ എന്തെങ്കിലും തിരക്കിലാവും. ഇപ്പൊ ആ സബ്സ്ക്രിപ്ഷനിൽ ഞാൻ കൺസിസ്റ്റന്റ് ആയിരുന്നു, ആദ്യം തിരക്കിലായി, ഇപ്പൊ ഇടുന്നില്ല. സോ അങ്ങനെ ഓൺ ആൻഡ് ഓഫ്. ശരിക്കും ഈ മോണിറ്റൈസേഷൻ അവൻ ഞങ്ങൾ ചെലവ് പറയുകയാണെങ്കിൽ ഭയങ്കര ചെലവായിരുന്നു. എന്നിട്ട് അത് പറയണ്ടെന്ന് പറഞ്ഞത്. ചെലവ് പറഞ്ഞേക്കാം. 2 ഐഫോൺ 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ. ഇല്ല മാക്ക് ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ തൊട്ടിട്ട് ഞാൻ നിനക്ക് മേടിച്ചെന്നല്ലേ. ഗെയിം കളിക്കണ്ടോ പട്ടി. പിന്നെ ഫുഡ് കഴിച്ചതും ട്രാവൽ ചെയ്തതും ഒരു രണ്ട് ഇന്റർനാഷണൽ, ഒരു തായ്ലൻഡ്, ഒരു മലേഷ്യ, പിന്നെ സൗത്ത് ഇന്ത്യ ഏകദേശം കേരള, തമിഴ്നാട്, കർണാടക. ഇതിന്റെ ചെലവുകളാണ്. പിന്നെ മലേഷ്യയിലേക്ക് ഞാൻ ഇപ്പോഴും ഇടാണ്ടിരുന്ന 4 ദിവസത്തെ അതേ ഇട്ടിട്ട് പോലില്ല. ഞാൻ ഏത് കാലത്ത് ഇടും, അതാ മാക്കിൽ ഇറക്കാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ വിചാരിക്കും സിമ്പിളാണ്, ചിലർക്ക് ഭയങ്കര സിമ്പിളാണ് ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ പെട്ടെന്ന് വൈറലാണവർക്ക് ഭയങ്കര സിമ്പിളാണ്. ഞങ്ങൾ വൈറലാവാൻ വേണ്ടി പലരും ശ്രമിച്ചു. ഒരു വീഡിയോ വൈറലായതാ, അതാണ് ഈ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നത്. ഞങ്ങൾ അത് ഞങ്ങളുടെ ഓൾറെഡി ഫേസ്ബുക്ക് ഇതൊക്കെ ആയതായിരുന്നു. പക്ഷെ അത് ബിരിയാണിയിൽ പാറ്റ കിട്ടി. ആ പാറ്റ വേറെ ആൾക്ക് എന്നിട്ട് പാറ്റ കഞ്ഞിയിൽ പാറ്റ വീണ പോലെ ഈ പ്രശ്നം ആയതുകൊണ്ട് ഞങ്ങൾ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾ അന്നേ മോണിറ്റൈസേഷൻ ആയാണ്, അല്ല അന്നേ പേയ്മെന്റ് ആയാണ്. അപ്പൊ അങ്ങനെ അവസാനം ഞങ്ങളെ 2 ചാനലും കൂടി പറയൂ ഡിറ്റ് 1000 അതായത് ഏകദേശം 116 ഉണ്ടായിരുന്നു. ടാക്സ് 12ന്റെ ഇത് കിട്ടി. ഇപ്പൊ ഏകദേശം $30 ആയിട്ടുണ്ട്. ഇത് കിട്ടിയിട്ട് ഏകദേശം ഒരു 2 ആഴ്ച ആയതുള്ള, ഒരാഴ്ച. ഞാൻ അന്ന് എടുക്കണം വിചാരിക്കും, മടി ആയതുകൊണ്ട്. പിന്നെ വേറെ യാത്രകളായിരുന്നു. ഇപ്പൊ കർണാടക പോയി വന്നോളൂ, ചിക്മംഗ്ലൂർ. അപ്പൊ അതിന്റെ ഇടയിൽ എടുക്കാന്ന് വിചാരിച്ചേ. പിന്നെ ഞാൻ സ്പേസ് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ അങ്ങനെ എന്താ അങ്ങനെ. ഇനി അടുത്ത പേയ്മെന്റ് ഇല്ല, അടുത്ത വില ഗോൾഡ് എന്നിട്ട് ഡയമണ്ട് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ വരുമ്പോ ഈ സ്ഥലം ഒന്നും വരാം. അപ്പൊ വ്യത്യാസം നോക്കാം. ഇത് പാരഗണുള്ള സ്ഥലം ഉണ്ടാ. ഇത് പാരഗന്റെ ഇതാണ്. അന്ന് ഏതൊരു വീട് ഡിറ്റ് നമുക്ക് കയറി കളിക്കല് മോളെ നടുവേനയില്ല, വേണ്ടാട്ടാ. കയറുക. ഇനി എന്തിനും പറയണ്ട. ഓക്കെ ബൈ ബൈ. അപ്പൊ ഇത് വൈറലാവുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു.
ഒരു 100 വ്യൂസിന് പറ്റേ. അപ്പം ബൈ.